മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും ഇത്രയും ദിവസം വിശ്വനാഥൻ്റെ ആത്മാവ് പ്രതാപൻ്റെ പിന്നാലെ ശല്യം കൊണ്ട് നടന്നിരുന്നെങ്കിൽ കരുണ ആത്മഹത്യ ചെയ്യണം എന്നൊരു ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നാലെ പ്രതാപൻ്റെ പേടിയും ഭയവും എല്ലാം പോയി കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയിട്ട് തുനി ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. എന്നാൽ സിദ്ധിയായ ആ മുത്തശ്ശിയുടെ മാന്ത്രിക കഴിവുകൊണ്ട് തന്നെ വിശ്വനാഥൻ്റെ ആത്മാവിനെയും കൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് പ്രതാപൻ്റെ വണ്ടിയിൽ വിശ്വനാഥൻ്റെ ആത്മാവിനെ കാണിപ്പിച്ചുകൊണ്ട് തന്നെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ വലിയ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും പ്രതാപന് കൊടുക്കുന്നുണ്ട്. സത്യങ്ങൾ എല്ലാവരുടെയും തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തൻ്റെ ആത്മാവ് പ്രതാപനെ വിട്ടുപോകില്ല എന്ന് ആത്മാവ് പറയുന്നത് കേട്ടിട്ട് ആകെ ഭയന്ന് വിറച്ച് പ്രതാപനാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി വഴിയരികിൽ കിടക്കുന്നു. എന്നാൽ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ പോയ പ്രതാപൻ്റെ ഒരു വിവരവും ഇല്ല. എന്നാൽ കണ്ണനും മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും സംഭവിച്ചില്ലെന്ന് ഉണ്ണി വിളിച്ച് പറഞ്ഞതിനെ തുടർന്ന് മുത്തശ്ശിയും കരുണയും തിരിച്ചറിയുന്നുണ്ട്. കരുണയ്ക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ വരുന്നു. അച്ഛന് ചുമ്മാ എല്ലാവരെയും പ്രതീക്ഷിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനുള്ളൊരു കഴിവില്ല. പണ്ട് ആരൊക്കെയോ ആയിരുന്നെന്ന് മുത്തശ്ശിയും അച്ഛനും എപ്പോഴും പറയുന്നത് കേൾക്കാൻ എനിക്കിപ്പോൾ അതുപോലും വിശ്വാസമില്ല. സത്യം പറഞ്ഞാൽ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛൻ തന്നെയാണോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. ഉണ്ണിയേട്ടൻ്റെ മുമ്പിൽ ഞാൻ വളരെ കൊച്ചായിപ്പോയി എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞ് കരുണയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു. ഒരു സമയം കഴിഞ്ഞിട്ടും പ്രതാപനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാതെ മുത്തശ്ശിയാണെങ്കിൽ ആകെ പകച്ച് എന്ത് പറ്റി എൻ്റെ മകന് എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ ഓടിപ്പാഞ്ഞുകൊണ്ട് റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പം കരുണയുടെ വിരക്കും സങ്കടമൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്ക് എന്തോ ഒരു പേടി വരുന്നു. എന്താ മോളെ, എന്ത് പറ്റി, എൻ്റെ മോൻ എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി, എന്നെ ഇപ്പോൾ ഉണ്ണിയേട്ടനാണ് വിളിച്ചത്. എന്താ മോളെ, എന്താ കാര്യം, പ്രതാപൻ എവിടാന്നും കാണും, അവന് മനസ്സിലായോ, എന്തെങ്കിലും പറഞ്ഞോ മോളെ എന്ന് ചോദിക്കുമ്പം അച്ഛൻ ആക്സിഡൻറ്റ് പറ്റിയോ, എൻ്റെ മോൻ എന്ത് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടാണെങ്കിൽ മുത്തശ്ശി കരയുന്ന സമയത്ത്, വാ മുത്തശ്ശി നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം, അച്ഛനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയും അതുപോലെ കരുണയും കൂടി റെഡിയായി പോകുമ്പോഴത്തേക്കും പ്രതാപൻ തീരെ അവശനായി കിടക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്കും അതുപോലെ കരുണയ്ക്കും വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. അപ്പോൾ പ്രതാപനാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പരിക്കൊന്നുമില്ല. വിശ്വനാഥൻ്റെ ആത്മാവ് ശല്യം ചെയ്തതിൻ്റെ ഒരു പേടിയും അതുപോലെ ചില ഉറച്ച തീരുമാനം എടുത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും മാത്രമേ ഉള്ളൂ. അങ്ങനെ വിശ്വനാഥൻ്റെ ആത്മാവ് തന്നെ കണ്ടു എന്നും സത്യങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറയണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആ വാമദേവനാ എന്നെ ചതിച്ചതെന്ന് പറയുമ്പോൾ, വാമദേവൻ നിന്നെ എന്ത് ചതിച്ചെന്ന് നീ പറയുന്നത്, നിനക്കിതെന്ത് പറ്റി, ഇന്നലെ വരെ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലണമെന്നും പറഞ്ഞ് നടന്ന് നിനക്കിപ്പം വാമദേവനോട് ഇത്ര വിരോധം വരാൻ കാര്യം എന്താണെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത്, അവനാ എന്നെ ചതിച്ചത്, പണ്ടും അതുതന്നെ ഇപ്പോഴും അതുതന്നെ. അവൻ കുറച്ച് നക്കാപ്പിച്ച പൈസ തന്ന് എന്നെ വിശ്വനാഥനെ കൊല്ലിപ്പിച്ചതിന് ശേഷം ഇത്രയും വർഷം അവന് ഒരുപാട് പണം ഉണ്ടാക്കി കണ്ണൻ്റെ സ്വത്തും അതുപോലെ ദുർഗയ്ക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം സ്വന്തമാക്കിയത് വാമദേവനായിരുന്നു. എല്ലാത്തിനും ശിക്ഷ ഏറ്റുവാങ്ങേണ്ട അവൻ എന്നെ എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരനാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. എനിക്ക് സത്യങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് കരുണ പറയുന്നു, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്, അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ എന്ത് തീരുമാനം എടുക്കും, ഉണ്ണിയേട്ടൻ ചിലപ്പോൾ എന്നെ ബന്ധം ഉപേക്ഷിക്കത്തില്ലേ എന്ന് ചോദിക്കുന്ന, ഇനിയും ഞാൻ ഈ സത്യം മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കും മോളെ, അതുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റുമെന്ന് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നു. എന്തായാലും ഞാനൊന്ന് വാമദേവൻ അമ്മാവനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് കരുണയാണെങ്കിൽ വാമദേവനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ എന്തായി മോളെ, എന്താ സംഭവിച്ചത്, കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ പോയിട്ട് എന്ത് പറ്റി? അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് മറ്റൊരു കാര്യം അമ്മാവനോട് ചോദിക്കാനുണ്ട്. ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നത് ആരാ? അപ്പോഴത്തേക്കും വാമദേവനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നു. പ്രതാപൻ എല്ലാ സത്യങ്ങളും ഇനി കരുണയോട് തുറന്നു പറഞ്ഞു. എന്തു പറ്റി ഇവൾക്ക് ഇങ്ങനൊരു മാറ്റം? ഇത്രയും നാൾ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലണമെന്ന് പറഞ്ഞ് നടന്ന അവൾക്ക് പെട്ടെന്നൊരു മാറ്റം വന്നത് എന്തുകൊണ്ടാണെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അച്ഛനെ ചതിച്ചുകൊണ്ട് അമ്മാവൻ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. ഇനി അത് പറ്റില്ല. അച്ഛൻ എല്ലാ സത്യങ്ങളും കണ്ണേട്ടനോട് തുറന്നു പറയാൻ നിൽക്കുക. ഇതിൻ്റെ പിന്നാലെ എന്ത് ഭവിഷ്യത്തുണ്ടായാലും നേരിടാൻ എല്ലാവരും തയ്യാറായിക്കോ. ചിലപ്പോൾ ഉണ്ണിയേട്ടൻ എന്നെ ഉപേക്ഷിച്ചെന്ന് വരും, എങ്കിലും സത്യങ്ങൾ എല്ലാവരും അറിയണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. എന്താ മോളെ പ്രതാപൻ ഇത്രയും വലിയ മാറ്റം? കണ്ണേട്ടനെയും മഹാലക്ഷ്മിയേട്ടത്തെയും കൊല്ലാൻ പോയ അച്ഛൻ്റെ മുമ്പിൽ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് വന്നെന്നും സത്യങ്ങൾ എല്ലാവരുടെയും തുറന്നു പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ എല്ലാ സത്യങ്ങളും കണ്ണേട്ടനോട് തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുക.
എന്ന് പറയുന്ന സമയത്ത് വാമദേവൻ പറയുന്നു, ചുമ്മാ മണ്ടത്തരവും അവിവേകവും ഒന്നും കാണിക്കരുത്. ആത്മാവ് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മന്ത്രമോ പൂജയെങ്ങാനും ചെയ്ത് അതിനെ തളയ്ക്കാൻ നോക്കാം. സത്യങ്ങൾ എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മളെല്ലാവരും അകത്ത് പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ അകത്ത് പോകേണ്ടി വരില്ല. അച്ഛൻ എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് മാപ്പ് സാക്ഷിയാകും. അമ്മാവിന് ചിലപ്പോൾ അകത്ത് പോകേണ്ടി വരും എന്നൊരു ഭീഷണി പറയുമ്പോഴത്തേക്കും ഇനി എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന വാമദേവനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.